വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നമ്മൾ നാളെ നിഫ്റ്റിയിൽ എങ്ങനത്തെ ഒരു മൂവാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? സപ്പോസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ട്രേഡ് എടുക്കുന്നത്? സപ്പോസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ലെവലാണ്. ഏത് ലെവൽ? ഒരു 23,800 ഈ ലെവലിലാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ട്രേഡ് എടുക്കുന്നത്? ഞാൻ ട്രേഡ് എടുക്കുന്നത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 16 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ 23,800 മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും 23,875. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് വന്ന് ഒരു 23,980 ആ ഒരു റേഞ്ചിലോട്ട് 980 24,000 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ നാളെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതായിരിക്കും എൻ്റെ അപ്സൈഡിലോട്ടുള്ളൊരു മൂവ്. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24,400 വരെയുള്ളൊരു മൂവ്മെൻറ്റ് നാളത്തേക്കല്ല, നെക്സ്റ്റ് വീക്കിലോട്ടൊക്കെ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കാണാം. പിന്നെ ഈ ഒരു മാർക്കറ്റിൽ ഈ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഒരു 25,500 വരെയുള്ളൊരു മൂവ്മെൻറ്റ് വന്നേക്കാം. ഞാൻ എപ്പോഴാണ് മാർക്കറ്റിൽ ഡൗൺ സൈഡിൽ ഇൻട്രസ്റ്റഡ്? ഞാൻ ഡൗൺ സൈഡിൽ ഇൻട്രസ്റ്റഡ് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സപ്പോസ് മാർക്കറ്റ് എപ്പോൾ ഈ റേഞ്ചിൻ്റെ താഴെ, ഏത് ഒരു 24,426 താഴെ ഒരു 15 മിനിറ്റ് നോട്ട് ചെയ്ത് നോക്കുക, ഒരു 15 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,200 ആയിരിക്കും. പിന്നെ സെക്കൻഡ് ടാർഗറ്റ് 23,000 വരെയുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിഫ്റ്റീൻ്റെ വ്യൂ. അതിനുശേഷം ഞാൻ കുറച്ച് സ്റ്റോക്സ് നോക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജേർണി ടു ദ ക്രോർപതിയിലോട്ട് കുറച്ച് സ്റ്റോക്സ് നോക്കി വെച്ചിട്ടുണ്ട്. ചില സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ സ്റ്റോക്സ് ആണ്. അതിനകത്ത് മൂവ്മെൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ് കൊട്ടാക് ബാങ്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൊട്ടാക് ബാങ്കിൽ നമ്മൾ 380 ഈ റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒരു 400 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര റിട്ടേൺ കിട്ടും? നമ്മൾ 380 എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 5% മൂവ്മെൻറ്റ് ഇതിനകത്ത് കിട്ടും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്? സ്റ്റോപ്പ് ലോസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാണ് ഇതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു 370 താഴെ ഇല്ലെങ്കിൽ 365 ആ റേഞ്ചിലോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അതിനുശേഷം വേറെ ഏത് സ്റ്റോക്കാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ VBL നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. VBL നമ്മുടെ ലെവൽ അന്ന് എക്സിക്യൂട്ട് ആയില്ല. നമ്മൾ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു 511 ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ന് അവിടെ ബ്രേക്ക് ചെയ്തില്ല. പിന്നെ മാർക്കറ്റിൽ ഒരു ബാഡ് ന്യൂസ് വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഇടിച്ചു. പക്ഷേ നമ്മൾ ട്രേഡ് അന്ന് എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി VBL നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എത്ര ഒരു മൂവാണ്, ഒരു 15% മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 15 പോട്ടെ, ഒരു 12%, 10% മൂവ്മെൻറ്റ് കിട്ടിയാൽ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് ക്യാച്ച് ചെയ്യാം VBL. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടാർഗറ്റ്. ഇനി മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങാം. ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിലൊരു ടാർഗറ്റ് കിട്ടും. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നുമല്ല, ഒരു 2 to 3% സ്റ്റോപ്പ് ലോസ്, ഒരു 15% ടാർഗറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം വേറെ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ. ഏതാണ്? യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സപ്പോസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു 1,278 മുകളിൽ ഒരു 5 to 15 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ ടാർഗറ്റ് 1,400 വരെയുള്ള ഒരു 1,400 വരെയുള്ളൊരു ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എത്ര റിട്ടേൺ കിട്ടും? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 to 10% ആണ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3%, 3 to 4%. ഓക്കെ, 3% ഉള്ളൂ. ഒരു 3.5% മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ബിഗ് ആണ്. ഓക്കെ, അത് നോക്കുക.
പിന്നെ വേറൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സേഫ് ട്രേഡർ ആണെങ്കിൽ 1380 മുകളിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ 1374 മുകളിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിനുശേഷം മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ്, എത്ര വരെയുള്ള ഒരു മൂവ്മെൻറ്റ്, 1500 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1380. ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഈ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ഇടിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് ഇറങ്ങുക. ഓക്കെ, അത് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്തെങ്കിലും ന്യൂസ് ഇപ്പം ടോട്ടലി ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസിന് മുമ്പ് തന്നെ ഇറങ്ങിക്കോ, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുക. ഉറപ്പായിട്ടും ഷുവറായിട്ടും ടാർഗറ്റ് ഇടിക്കാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര പെർസെൻറ്റേജ് ടാർഗറ്റാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ സേഫ് ട്രേഡറാണ്, നമുക്ക് എത്ര ടാർഗറ്റ് കിട്ടും? നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 8% ടാർഗറ്റാണ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം വേറൊരു സ്റ്റോക്കും കൂടി ഉണ്ടായിരുന്നു, ജൂബിലി ഫുഡ്സിൽ വലിയൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ട്, എന്നാലും ഒരു 5% മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിന് മുകളിലാണ്. 463 മുകളിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഗ്രീൻ 15 മിനിറ്റ് ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ ട്രേഡ് ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്, ഒരു 480 500 ആ റേഞ്ചാണ്. അപ്പോൾ നമുക്ക് എത്ര ഒരു ഇതാണ് കിട്ടുന്നത് റിട്ടേൺ? നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു 7% റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 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 5% സ്റ്റോപ്പ് ലോസ് അത്രയും വെക്കണ്ട. നമുക്കൊരു 4% സ്റ്റോപ്പ് ലോസ് ഇതിനകത്ത് നോക്കുക, 7% ടാർഗറ്റ്. ഓക്കെ, ആ റേഞ്ചിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ നാളെ കാണാം.